ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ആമ്പലിൻ്റെയും അതുപോലെ താമരയുടെയും 2 ട്യൂബറുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ 2 പോട്ടിലായിട്ട് നട്ടു കൊടുക്കണം. ഇത് താമരയുടെ ട്യൂബറും ഇപ്പുറത്തുള്ളത് ആമ്പലിൻ്റെ ട്യൂബറുമാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ട്യൂബർ നടാനുള്ള ബേസിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ താമര പെട്ടെന്ന് അഴുകൽ രോഗങ്ങളൊക്കെ ഇല്ലേ, അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തടയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഉണങ്ങിയ ചാണകപ്പൊടി അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി പ്രത്യേകിച്ച് വളങ്ങളൊന്നും പിന്നീട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. മണ്ണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ആദ്യത്തെ ലെയർ വരെ ചാണകപ്പൊടിയാണ് ഇട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വരെ മണ്ണ് നിറച്ച് കൊടുക്കാം. ഞാൻ അത്രയും കൂടുതലായിട്ട് മണ്ണ് നിറയ്ക്കേണ്ട കാര്യമില്ല. നിറയ്ക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ പോട്ടിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിഭാഗത്തിട്ടിരിക്കുന്ന എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കൊന്നും നമ്മളെ മേൽത്തട്ടിലെ വെള്ളത്തിൽ മിക്സ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് മിക്സായി കഴിഞ്ഞാൽ അത് മീൻ കുഞ്ഞുങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടിട്ട് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മണ്ണ് ആ ലെവലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ലേശം മണ്ണ് കൂടുതലാണേ, അപ്പോൾ നമുക്ക് കുറച്ച് കോരി മാറ്റിയിട്ട് ആ ലെവൽ കറക്റ്റാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല രീതിയിൽ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടിയൊക്കെ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിടുന്ന മീനുകളെ ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. മീനുകളെ ഇട്ടതിന് ശേഷം എന്തായിന്ന് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താമരയുടെ ട്യൂബർ എടുക്കാം. ഇതാണ് താമരയുടെ ട്യൂബർ. ഓക്കെ, ഇതിൽ ധാരാളം ചിനപ്പുകൾ, അതായത് പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തണ്ടുകളൊന്നും ഒടിയാതെ തന്നെ ട്യൂബർ നമുക്ക് നട്ടു കൊടുക്കാം. അതിനാദ്യം നമ്മൾ ട്യൂബർ ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവിൽ തന്നെ ആ ഭാഗത്തെ മണ്ണുകൾ കുറച്ച് മാറ്റുക. മാറ്റിയതിന് ശേഷം നമ്മൾ മെല്ലെ ആ ട്യൂബർ ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം പുറമെ ചെറിയ അളവിൽ മണ്ണിട്ട് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്യൂബറിൻ്റെ ഒരു ചനപ്പ് പോലും ഒടിയാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ട്യൂബർ നട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമേലേക്ക് നമ്മൾ ലേശം മണ്ണ് കൂടി വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ 2 ഓടും കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ പുറമേ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ട്യൂബർ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഈ വെള്ളമൊന്ന് തെളിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മളെ ആമ്പൽ പോട്ടും ഞാൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ തെളിയും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള റിസൾട്ടാണേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നട്ട സമയത്ത് 2-3 ഇതൾ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പം ധാരാളം ഇതളുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും മീൻ കുഞ്ഞുങ്ങളെ ഇട്ടു, യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഞാൻ വാങ്ങിയ മീനുകൾ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. മീനുകളെ ഇട്ടാൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തുണ്ടായില്ല. പക്ഷേ 100% സക്സസ് എന്ന് തന്നെ പറയാം. ധാരാളമായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഏകദേശം 4-5 ദിവസമായി. ഇതുവരെ ഒരു കുഴപ്പവുമില്ല. ചാണകപ്പൊടി, എല്ലുപൊടിയൊന്നും കുഞ്ഞുങ്ങളെ ബാധിച്ചിട്ടുമില്ല കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.